മാണി ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ ഉണ്ടാവുന്ന ഈ വിഷയങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിൻ്റെ അകത്തുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഒരു UDF മൈൻഡഡ് ആണ് അവർ. സീറ്റ് ചർച്ചയുടെ പേരില്ല ഒരു കലഹം UDF ഉണ്ടാവുകയില്ല. UDF ഗവൺമെന്റ് സമയത്ത് ആരംഭിച്ച് നിലച്ചുപോയ പദ്ധതികളുണ്ട്. ആ 5 കോടി രൂപ അനുവദിക്കുന്നതിന് ഇന്നേ വരെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒതുങ്ങിക്കൂടി എന്ന് ഈ പറയുന്ന ചില കാര്യങ്ങൾ തിരുത്തുണ്ട്. ഒതുങ്ങിക്കൂടി എന്ന് പറയാൻ കഴിയുന്നല്ല. അങ്ങനെയാണെങ്കിൽ LDF പോകാനും മടിയില്ല. ഞാനത് ആ രാഷ്ട്രീയത്തിൽ ഇപ്പൊ കടക്കാൻ കഴിയുന്നല്ല. ഞങ്ങള് പറഞ്ഞല്ലോ ഒറ്റ കേരള കോൺഗ്രസ് എന്നുള്ളത്. ഒറ്റ കേരള കോൺഗ്രസ് LDF എന്ന നിലയിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ അനൂപ് ജേക്കബ്. നമസ്കാരം. രാഷ്ട്രീയം വലിയ ആരവങ്ങളിലൂടെയാണ് പലപ്പോഴും കടന്നു പോകുന്നത്. വലിയ ഒച്ചപ്പാടുകൾ, ബഹളങ്ങൾ. അതിനിടയിൽ എപ്പോഴും ഒരു സൗമ്യതയുടെ മുഖം, മാന്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ, ഒരു ഭരണാധികാരിക്ക് വേണ്ട എല്ലാ യോഗ്യതകളും അതിൻ്റെതായ അർത്ഥത്തിൽ സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ കണിശതയോടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു മാന്ത്രികത. അനൂപ് ജേക്കബ് പലതുകൊണ്ടും വ്യത്യസ്തനാണ്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നേക്കാം. വലിയ ബഹളങ്ങളില്ലാതെ എന്നാൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ശൈലി, ഈ ശൈലി എങ്ങനെയാണ് സ്വായത്തമാക്കിയത്? അത് ഒരു ബൈ നേച്ചർ കിട്ടിയതാണോ, അതോ ഇതാണ് ശരി എന്ന ബോധ്യത്തിൽ നിന്നായിരുന്നു? ശൈലി നമുക്ക് സ്വയം ഉണ്ടാവുന്ന ഒന്നാണല്ലോ, നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അഭിനയം ഒന്നും, അതൊരു ഇൻബോൺ രീതിയിൽ വരുന്ന ഒന്നാണ്. ഞാൻ ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്തും വിദ്യാർത്ഥി സമയത്തും ഒക്കെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സമീപനമുണ്ട്, എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതനുസരിച്ച് എനിക്ക് പോകാൻ കഴിയുകയുള്ളൂ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. ഞാൻ അങ്ങനെ ശ്രമിക്കുന്ന ഒരാളുമല്ല. പിന്നെ ഈ സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോ വിഷയം, ഇപ്പൊ പൊളിറ്റിക്കൽ മേഖലയിൽ ഞാൻ നിൽക്കുമ്പോൾ തന്നെ വിഷയങ്ങൾ കൃത്യമായ നിലയിൽ, ഇപ്പൊ പ്രതിപക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ, ഗവൺമെന്റിനെ വിമർശിക്കേണ്ട കാര്യങ്ങൾ, ചൂണ്ടിക്കാട്ടേണ്ട കാര്യങ്ങൾ, അതിൻ്റെ അകത്തൊന്നും ഒരു വിട്ടുവീഴ്ചയോടെ പോകുന്ന ഒരു സമീപനം ഞങ്ങൾ സ്വീകരിക്കാറില്ല. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയാറും ഉന്നയിക്കേണ്ട വിഷയങ്ങൾ ഉന്നയിക്കാനും ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ബേസ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ നേടിയെടുക്കാനും അതൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ, പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും, പാർട്ടി വിവിധ മേഖലകളിലൂടെ പൊതുവായ വിഷയങ്ങൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ എല്ലാം ഞങ്ങൾ ഉയർത്തിക്കാട്ടി ചൂണ്ടിക്കാട്ടാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലി തന്നെയാണ് എല്ലാ സന്ദർഭങ്ങളും വ്യക്തിപരമായി ഞാൻ കാഴ്ചവെക്കാറുമുള്ളത്. ഒരു കാലഘട്ടത്തിൽ TM ജേക്കബ് നിയമസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഭരണപക്ഷത്ത് പലപ്പോഴും ഒരു വിറളി പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഏത് തലത്തിലുള്ള ആക്രമണമാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് എന്നുള്ള ഭയം ഒരു വശത്ത്. മറുവശത്ത് ഭരണതലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഭരിക്കുന്ന കൂടെ ഒപ്പമുള്ള മറ്റു മന്ത്രിമാർക്കും സഹപ്രവർത്തകർക്കും ഒക്കെ കൂടുതൽ കരുത്തു പകരുന്ന, അക്കാദമിക് പാണ്ഡിത്യമുള്ള പഠന വിഷയങ്ങൾ ഗഹനമായി പഠിച്ച് അത് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ശൈലി. ആ ശൈലി ഒരു പക്ഷേ മറ്റൊരു തലത്തിൽ അങ്ങേക്ക് പൂർണ്ണമായി പകർന്നു കിട്ടിയിട്ടുണ്ടാവും. അതാണ് നിയമസഭയിലെ പ്രസംഗങ്ങൾ തെളിയിക്കുന്നത്. എന്നാൽ പുറത്ത് ഇതേ തലത്തിലുള്ള പ്രസംഗങ്ങൾ പലപ്പോഴും കാഴ്ചവെക്കുന്നത് അധികം ഉച്ചത്തിൽ കേൾക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ നിയമസഭയിൽ വളരെ ഏതാണ്ട് 6ഓളം അടിയന്തര പ്രമേയങ്ങൾ ഞാൻ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച്. അപ്പം പറയേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞാനത് ഫലപ്രദമായി വിനിയോഗിക്കുന്ന ഒരാളാണ്. അത് പൊതു ഇഷ്യൂസിനെ സംബന്ധിച്ചാണെങ്കിലും ഡെവലപ്മെന്റ് ഓറിയന്റഡ് മാറ്റേഴ്സ് ആണെങ്കിലും ഒക്കെ. അപ്പൊ അസംബ്ലിയിൽ ഞാൻ ആ ഒരു ഡെക്കോർ എപ്പോഴും കീപ്പപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഈ സ്വാഭാവികമായിട്ട് മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് പൊളിറ്റിക്കൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പൊളിറ്റിക്കൽ ആംഗിളിൽ മുന്നോട്ട് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങളത് ടേക്കപ്പ് ചെയ്ത് എടുക്കാറുണ്ട്. ഈ സർക്കാരിനെ സംബന്ധിച്ച് ഈ സർക്കാരിന്റെ പൊതുവായ വീഴ്ചകൾ അത് ഒന്നൊന്നായി ഞങ്ങൾ പല വേദികളിലും ചൂണ്ടിക്കാട്ടുന്ന ഒന്നാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഒരു തുടർച്ചയായ ഒരു ഗവൺമെന്റ് ആണല്ലോ, 10 വർഷത്തേക്ക് പോകുന്ന ഒരു ഗവൺമെന്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു വലിയ കാലയളവ് അവരെ സംബന്ധിച്ചുണ്ട്. ആ കാലയളവിനുള്ളിൽ ഈ സർക്കാരിന് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രധാനപ്പെട്ട മാറ്റേഴ്സ് എത്രമാത്രം പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞു എന്നുള്ള പ്രസക്തമായ ചോദ്യം വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. എന്നാൽ പോലും വന്യജീവി ആക്രമണം പ്രധാനപ്പെട്ട ഒരു മാറ്ററാണ്. ഈ 10 ഇയേഴ്സ് കഴിയുമ്പോഴും 10 ഇയേഴ്സിലേക്ക് എത്തുമ്പോഴും വന്യജീവി ആക്രമണങ്ങൾ ഇന്നും അതേ നിലയിൽ തുടരുന്നു. സർക്കാരിന്റെ പരാജയത്തിന്റെ നേർചിത്രമായി നമുക്കത് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒന്നാണ്. ആരോഗ്യ മേഖലയിലെ വലിയ രീതിയിലുള്ള തകർച്ച, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒരു ഭാഗത്തൂടെ മാത്രം നടത്തി കഴിഞ്ഞാൽ ആശുപത്രികൾ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. അവിടെ ആവശ്യമായ ഡോക്ടേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ് അതൊക്കെ അനിവാര്യമായി നിൽക്കുകയാണ്.
3500 പേരെ തസ്തികകൾ ആരോഗ്യ വകുപ്പിൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്നത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടതാണ്. 10 വർഷം എടുക്കുമ്പോൾ സർക്കാരിന് പരിഹരിക്കാൻ കഴിയാത്ത ഒന്നായി നിൽക്കുകയാണ് നമ്മുടെ ആരോഗ്യ ഹെൽത്ത് സെന്റേഴ്സ്, നമ്മുടെ FHC, PHC, ഇതിലതൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ഒരു ഗ്രാമീണ മേഖലയിലേക്ക് എല്ലാം കാണാൻ കഴിയും. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അഭാവമൊക്കെ ചികിത്സ വൈകിപ്പിക്കുന്ന സ്ഥിതിവിശേഷം. ഇപ്പൊ സമീപകാലങ്ങളിൽ നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടു. ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മതിയായ ചികിത്സ ലഭിക്കാതെ പോകുന്ന എത്രയോ കഥകൾ അല്ലെങ്കിൽ എത്രയോ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഞങ്ങള് ഗവൺമെന്റിനെ വിമർശനാത്മകമായി തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടാറുണ്ട്. അത് പരിഹരിക്കപ്പെടാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കർഷക ആത്മഹത്യകൾ മറുഭാഗത്ത് നിൽക്കുന്നത്, ഇപ്പൊ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിയാൽ കാർഷിക മേഖലയെ സംബന്ധിച്ച് പറയുന്നത് സംഭരണം ഇത്രമാത്രം പാളിപ്പോയി എന്ന് നമുക്കറിയാം. ഇപ്പൊ നെല്ല് സംഭരണമാണെങ്കിൽ, റബ്ബർ സംഭരണം, നാളികേരം, ഇതിന്റെയൊക്കെ സംഭരണങ്ങൾ പാളിപ്പോകുന്നത് കർഷകരുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഈ അങ്ങനെ ഒരു സിസ്റ്റത്തില് ഗവൺമെന്റ് സംഭരിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു MSPയും അതിനടിസ്ഥാനത്തിൽ പോകുന്ന കാര്യങ്ങളുമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണതയിൽ അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിൽ എത്തുന്ന ഒരു പൂർണ്ണത എത്തിക്കാൻ ഈ 10 വർഷത്തേക്ക് എത്തുമ്പോൾ ഗവൺമെന്റിന് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ അനവധി വിഷയങ്ങൾ ഇന്നത്തെ ഈ സർക്കാരിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടേണ്ടതായിട്ട്, മയക്കുമരുന്ന് വ്യാപനം പറയണ ഒരുപാട് മാറ്റേഴ്സ് ഉണ്ട്. കേരളത്തിലെ ഈ മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പിറവത്തിനൊരു പ്രത്യേകത കാണും. പലപ്പോഴും മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ഈ MLA-മാര്, ജനപ്രതിനിധികൾ അവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ വലിയ ഫ്ലെക്സ് ബോർഡുകൾ നിരത്തി ജനത്തെ അറിയിക്കും, അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കും. ഇപ്പൊ ഹൈമാസ് അല്ലെങ്കിൽ ഒരു കലിംഗ് ഉദ്ഘാടനമൊക്കെ വലിയ ആഘോഷമായി കൊണ്ടാടും. പിറവത്തെ മണ്ഡലത്തിൽ ഇത്തരം അധികം ഫ്ലെക്സ് ബോർഡുകളില്ല, വലിയ ആഘോഷങ്ങളില്ല. എന്തുകൊണ്ടാണ് ഈ വികസനം കൊട്ടിഘോഷിക്കാത്തത്? ഞാൻ പൊതുവെ ഫ്ലെക്സുകളും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കാറില്ല. വെക്കാറുണ്ട്, പക്ഷെ അതിന് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഫ്ലെക്സ് വെക്കാതിരുന്നിട്ട് വെക്കാറുണ്ട്, പക്ഷെ ഈ പറയുന്ന പോലെ വാരിക്കയറി വെക്കുന്ന ഒരു രീതി ഞാൻ പലപ്പോഴും സ്വീകരിക്കാറില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമ്മളൊരു പ്രൊജക്ട് കൊണ്ടുവരുന്നു, ഒരു റോഡിന്റെ നിർമ്മാണമാവട്ടെ, അതല്ല ഒരു പാലമാവട്ടെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആവട്ടെ, അല്ല അങ്ങനെയുള്ള പല ഡെവലപ്മെന്റ് പറയുമ്പോൾ കാർഷിക മേഖലയെ ഒരു പാടശേഖര നവീകരണമാവട്ടെ, അത് ഞാൻ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള പ്രാദേശികമായി അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി അതിലേക്കാണ് ഇടപെടാറുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ഗുണഭോക്താക്കൾക്ക് MLA എന്ന നിലയിൽ എന്റെ ഇടപെടൽ അതിനകത്ത് ഉണ്ട് എന്ന് അവർക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് പിന്നീട് ഒരു എക്സ്ട്രാ പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമില്ല, എന്നാലും ആവശ്യത്തിനുള്ള പബ്ലിസിറ്റിക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യാറുമുണ്ട്. എതിരാളികൾ ഒരു ആയുധമാക്കില്ലേ, വികസനമൊന്നും കൊണ്ടുവരുന്നില്ല എന്ന ഒരു വ്യാജ പ്രചരണം ഒരുക്കാൻ ഇത് കാരണമാകില്ലേ? ഇല്ല, അതിൻ്റെ അകത്ത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇലക്ഷൻ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് വികസനം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. സ്വാഭാവികമായിട്ടും ഒരു മറുപക്ഷത്ത് നിൽക്കുന്നവർക്ക് സ്ഥാനാർത്ഥിയായി കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന ആരാണോ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നിൽക്കുന്ന ഒരാളാണോ, ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. അപ്പൊ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. ഇപ്പൊ വികസനം സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ഇപ്പൊ പിറവം കോൺസ്റ്റിറ്റ്യുവൻസി സംബന്ധിച്ച് വികസനത്തിന്റെ ഒട്ടനവധി ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം സർക്കാരിന്റെ വിപരീതമായ അല്ലെങ്കിൽ അവരുടെ ഒരു അനുകൂലമായ സമീപനങ്ങൾ ഇല്ലാത്ത അവസരങ്ങളിലാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പ്രതിപക്ഷ MLA-മാർക്ക് നൽകുന്ന ഫണ്ടും ഭരണപക്ഷ MLA-മാർക്കും നൽകുന്ന ഫണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഗ്രാമീണ റോഡുകൾ പുനരുദ്ധാരണം, ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. പുനരുദ്ധാരണത്തിന് 4 കോടി രൂപയാണ് പ്രതിപക്ഷ MLA-മാർക്ക് മാക്സിമം അനുവദിച്ചത്. അത് 2 കോടി വരെ കിട്ടിയവരുണ്ട്, 4 കോടി വരെ മാക്സിമം കിട്ടി. എന്നാൽ ഭരണപക്ഷ MLA-ക്ക് മിനിമം കൊടുക്കുന്നത് 8 കോടി രൂപ മുതൽ മേൽപോട്ടാണ്. 10 കോടി രൂപ വരെ കിട്ടിയ ഭരണപക്ഷ MLA-മാരെ കാണാൻ കഴിയും. അപ്പം ഇവിടെ അവർ പറയുമ്പോ നിങ്ങൾക്ക് തന്നില്ലേ, നിങ്ങൾക്ക് തന്നല്ലോ, പക്ഷെ നമുക്ക് തരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ 2 ഇരട്ടിയാണ് പലപ്പോഴും പല LDF മണ്ഡലങ്ങളിലേക്കും അല്ലെങ്കിൽ അവരുടെ MLA-മാർക്ക് കൂടും. അങ്ങനെ വലിയ വിവേചനം ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിലെ പ്രധാനപ്പെട്ട പിറവം കേന്ദ്രീകരിച്ചുള്ള ടൗൺ വികസനത്തിന്റെ ഭാഗമാണ് എക്സൈസ് കടവ് പാലം. ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ്. അപ്പൊ ആ പ്രൊജക്ടിന് വേണ്ടി കഴിഞ്ഞ 8-9 ബഡ്ജറ്റുകളിൽ ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ബഡ്ജറ്റിൽ 20 പ്രോജക്ട്സുകൾ എഴുതി കൊടുക്കാൻ എല്ലാ MLA-മാരോടും ധനകാര്യമന്ത്രി ആവശ്യപ്പെടാറുണ്ട്, നിർദ്ദേശിക്കാറുണ്ട്, നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ പ്രയോറിറ്റി ചെയ്ത് കൊടുക്കുന്ന ഇതുപോലെ പാലം, അതുപോലെ മറ്റു റോഡ്സ്, അതൊന്നും പക്ഷെ പലപ്പോഴും അനുവദിക്കാറില്ല. എന്നാൽ ഒരു 3 കോടിയുടെ 4 കോടിയുടെ ഒക്കെ
2-3 റോഡുകൾ അനുവദിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നല്ലോ എന്ന് പറയും. പക്ഷെ നമുക്ക് മേജർ ആയിട്ടുള്ള പ്രൊജക്ട്സ് അവിടെ കിടക്കുകയാണ്. അങ്ങനെയുള്ള പ്രൊജക്ട്സ് പലപ്പോഴും അനുവദിക്കാതെ കിടക്കുന്ന അനവധി സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ അത് ആവശ്യപ്പെടുമ്പോഴും ഒരു നിസ്സംഗ മനോഭാവമാണ് പലപ്പോഴും. പിന്നീട് ഗവൺമെന്റ് തന്നെ ആവശ്യപ്പെടാറുണ്ട്, കിഫ്ബിയിലേക്ക് പുതിയ പ്രൊജക്റ്റ് ഒന്നും നിങ്ങൾ ശുപാർശ ചെയ്യണ്ട. കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് സ്ഥിരമായൊരു കത്ത് വരാറുണ്ട്, കിഫ്ബിയിലേക്ക് പുതിയ പ്രൊജക്ട്സുകളൊന്നും നിങ്ങൾ നിർദ്ദേശിക്കണം. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട പ്രൊജക്ടുകൾ, കോൺസ്റ്റിറ്റ്യുവൻസി ബേസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് പ്രൊജക്ട്സുകൾ നൽകുന്നതിൽ പലപ്പോഴും സർക്കാരിന് ഒരു നിസ്സംഗത മനോഭാവം പലപ്പോഴും കാണാറുണ്ട്. അതൊരു വിവേചനം പലപ്പോഴും അനുഭവപ്പെടുന്ന ഒന്നാണ്. ഒപ്പം തന്നെ ഏതെങ്കിലും പ്രൊജക്ട് തടസ്സം വന്നു, ആ തടസ്സം നീക്കുന്നതിനൊരു സാമട്ടാണ്. ചിലത് മന്ത്രിമാരുടെ ഉത്തരവ് വേണ്ട, ഗവൺമെന്റ് ഉത്തരവ് വേണ്ടതായിരിക്കാം, ചില അവിടെ ക്ലിയറൻസ് വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ കാലതാമസം അനുഭവപ്പെടാറുണ്ട്. അതിന് ഈ പറഞ്ഞതുപോലെ അത് നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നൊരു സമീപനമാണ്, അല്ലാതെ ചെയ്തു തരണം എന്നുള്ളതല്ല. അത് നമ്മൾ പിന്നീടും അതിന്റെ ഫോളോ അപ്പ് ചെയ്യും. ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല്, എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ പിറവം പെരുവമ്പുഴി ഒരു റോഡുണ്ട്. പെരുവയിൽ നിന്ന് പെരുവമ്പുഴി വരെ കോട്ടയം കുമരകം നെടുമ്പാശ്ശേരി റോഡാണത്. ആ റോഡിന്റെ വർക്ക് നിലച്ചിട്ട് 2 വർഷമായി. ഞാൻ 4 സബ്മിഷൻസ് നിയമസഭയിൽ ഉന്നയിച്ചതിന് ശേഷമാണ് ആ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 4 സബ്മിഷൻ ഉന്നയിക്കുകയാണ്. ഒരു MLAക്ക് അറിയാലോ, ഒരു സബ്മിഷൻ ഒരു സെഷനിൽ പരമാവധി ഒരു സബ്മിഷൻ അല്ലെങ്കിൽ 2 സബ്മിഷൻ കിട്ടത്തുള്ളൂ. ഈ വിഷയം അപ്പൊ ഒരൊറ്റ വിഷയം തന്നെ 4 വട്ടം ആവർത്തിച്ച് പറഞ്ഞതിന് ഇപ്പൊ പുനരാരംഭിച്ചു. ഞാൻ ശക്തമായി അത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞപ്പോൾ അനുവദിച്ചു വിടുന്നു. പക്ഷെ നമുക്ക് അതിനു വേണ്ടി നമുക്ക് മാറ്റിവെക്കേണ്ടി വരുന്ന സമയവും എനർജിയും വളരെ വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് വളരെ എളുപ്പത്തിൽ വളരെ വേഗതയിൽ ചെയ്തു തരാവുന്ന ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസേ ഉള്ളൂ. ആ ടെക്നിക്കൽ ഇഷ്യൂസ് പലപ്പോഴും പരിഹരിക്കുന്നതിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നടക്കണേ നടക്കട്ടെ എന്ന ഒരു ശൈലി പലപ്പോഴും സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമീപനമാണ് കഴിഞ്ഞ 2 ടേമായിട്ട് ഞാൻ അടക്കമുള്ള UDF MLAമാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷെ എങ്കിൽ പോലും അതിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പലതും പിടിച്ചു വാങ്ങുന്നത്. അത്തരത്തില് വികസന കാര്യങ്ങളിലും അടിസ്ഥാന വികസന കാര്യങ്ങളിലും തടസ്സമുണ്ടാവാതെ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം, ജലജീവൻ മിഷൻ, എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഞാൻ തന്നെ ഇടപെട്ട് ഏകദേശം 500 കോടി 450 കോടിക്ക് 500 കോടിക്ക് ഇടയ്ക്ക് പ്രൊജക്റ്റാണ് പിറവം കോൺസ്റ്റിറ്റ്യൂഷൻ ജലജീവൻ മിഷന് ലഭ്യമായത്, അമൃത് പദ്ധതി ഉൾപ്പെടെ. പക്ഷെ JJMന്റെ വിഷയം എന്താണെന്ന് അറിയാലോ, കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് JJMന്റെ ഒരു വർക്കും കേരളത്തിൽ നടക്കുന്നില്ല. വർക്കുകളെല്ലാം സ്റ്റാഗ്നന്റ് ആയി. കരാറുകാർക്ക് ഭീമമായ കുടിശ്ശിക വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം ഈ കുടിവെള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ കൃത്യതയോടെ കൊണ്ടുവരാൻ, റീവാമ്പ് ചെയ്യാൻ, പഴയ പൈപ്പ് ലൈനുകൾ മാറ്റുക, ഒപ്പം തന്നെ ഇതുപോലെയുള്ള മറ്റ് പ്രധാന കുടിവെള്ള പ്ലാന്റുകൾ വിപുലീകരിക്കുക, ഇതൊക്കെ ഈ JJM വരുന്നതാണ്. അപ്പൊ ഇത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇത് നിലച്ചു. അത് പിറവത്തുനിന്നല്ല കേട്ടോ, കേരളത്തിൽ എല്ലായിടത്തും എമ്പാട് അത് അവരുടെ മണ്ഡലങ്ങളിലും നിലച്ചുപോയി. കാരണം സർക്കാർ ഉണ്ടാക്കി വെച്ച ഭീമമായ കുടിശ്ശികയാണ്. ഞാൻ ജലജീവൻ മിഷനെ സംബന്ധിച്ച് സ്റ്റേറ്റിലെ ഈ പ്രതിസന്ധി സമയം ഞാൻ അടിയന്തര പ്രമേയം ഉന്നയിച്ചാണ് അസംബ്ലിയിൽ. ഈ ഒരു മാറ്റർ ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്നാണ്. എന്തായാലും ഇപ്പം ഗവൺമെന്റ് കുറച്ച് പൈസയൊക്കെ അനുവദിച്ച് വിട്ടിട്ടുണ്ട്. അവരുടെ ഫ്ലാഗ് എൻഡിൽ അവർ കുറച്ച് പൈസ ഇപ്പൊ അനുവദിച്ച് കരാറുകാർ കൊടുത്തു. ഇപ്പൊ പയ്യെ വർക്ക് റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷെ യഥാർത്ഥത്തിൽ 2025 ഈ കുടിവെള്ള പ്രൊജക്ടുകളെല്ലാം കേരളത്തിലെമ്പാടും തീരേണ്ടിയിരുന്നതാണ്. ഇപ്പൊ 2026 എത്തിയിരിക്കുകയാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ നയപരമായ വീഴ്ചകൾ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനുണ്ടാവുന്നത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു എന്ന വസ്തുതയും ഇവിടെ നിലനിൽക്കുകയാണ്. ഭരണപക്ഷം തികച്ചും ഒരു രാഷ്ട്രീയ വേട്ടയാടലാണ് നടത്തിയത് അല്ലെ? സ്വാഭാവികമായിട്ടും അവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും എതിർപക്ഷത്തുള്ള UDFന്റെ MLA അതിൻ്റെതായ ഒരു സമീപനം പലപ്പോഴും സ്വീകരിക്കണം. നമുക്ക് മെയിൻ ഫ്ലാഗ്, നമ്മൾ പ്രധാനപ്പെട്ട പ്രൊജക്ട്സ് അതൊക്കെ പലപ്പോഴും തരുന്നതിന്, മെയിൻ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം 50 to 100 crores മേളിൽ പോകുന്ന പ്രൊജക്ടുകളാണ് പലതും വരുന്നത്. അങ്ങനെയുള്ള പ്രൊജക്ടുകളൊക്കെ തരുന്നതിന് പലപ്പോഴും വിമുക്തത കാണിക്കാറുണ്ട്. അതിനകത്ത് അതിലൊരു കാലതാമസം വരുത്തി വെക്കുക. പിന്നെ ബഡ്ജറ്റിൽ എഴുതി കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നത് ചുമ്മാ ചടങ്ങായി മാറുകയാണ്. ഇപ്പൊ ഞാനീ നേരത്തെ പറഞ്ഞ പിറവം ടൗൺ കേന്ദ്രീകരിച്ചുള്ള പാരലൽ റോഡാണ് എക്സസ് പാലം, തിരുവാങ്കുളത്ത് ഒരു ബൈപ്പാസിന്റെ സിസ്റ്റം, അങ്ങനെ റിംഗ് റോഡ്സ് കൂത്താട്ടുളം കേന്ദ്രീകരിച്ച് അങ്ങനെ ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരുപാട് പ്രൊജക്ട്സ് ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. അതൊക്കെ ബഡ്ജറ്റിൽ നമ്മൾ നിർദ്ദേശിക്കും ആവശ്യപ്പെടുന്നതനുസരിച്ച്. നമ്മൾ വിചാരിക്കും നാളെ തരും. എവിടെ? ഓരോ ബഡ്ജറ്റ് പറയുമ്പോഴും പരമാവധി 4 കോടി 5 കോടി വരെയൊക്കെ തരും. 2011-16 കാലഘട്ടത്തിൽ അങ്ങ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ധാരാളം പദ്ധതികൾ പിറവം നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ അവയൊക്കെ പിന്നീടുള്ള ഈ ഇടതുപക്ഷ ഭരണത്തിൽ നിശ്ചലമായി അഥവാ നിസ്സംഗമായി. അതിന്റെ ഒരു തുടർച്ച ഇനി ഒരു ഭരണം കിട്ടിയാൽ ഏറ്റെടുക്കുമോ? ഞാൻ അത് ആദ്യമേ പറഞ്ഞു, ജലജീവൻ മിഷൻ വർക്ക് നിലച്ചുപോയ ഒന്നാണ്.
യാതൊരു സംശയം വേണ്ട, UDF ഗവൺമെന്റ് അധികാരത്തിൽ വരും. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ പദ്ധതികൾക്ക് പൂർത്തീകരിക്കുക എന്നത് തന്നെയായിരിക്കും UDF ഗവൺമെന്റിന്റെ ആദ്യത്തെ സമീപനവും. ഫസ്റ്റ് പ്രയോറിറ്റി അവിടെ ആയിരിക്കും. അതായത് പ്രധാനപ്പെട്ട പ്രൊജക്ട്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വന്യജീവി ആക്രമണങ്ങൾ അത് തടയിടേണ്ടത് ആവശ്യമാണ്. കേരളത്തിലെ കർഷകരെ സംരക്ഷിച്ച് ചേർത്ത് നിർത്താൻ കഴിയണം. ആരോഗ്യ പരിരക്ഷ ഓരോ കുടുംബങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം. അതുപോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെ ഞങ്ങൾ ടേക്കപ്പ് ചെയ്ത് ഞങ്ങളത് മുമ്പോട്ട് പോകും. അത് ഞങ്ങളുടെ ഒരു നയത്തിന്റെ ഭാഗമാണ്. കേരളത്തിന് ഒരു വികസനത്തിന്റെ ഒരു പുതിയ യുഗം ഉണ്ടാവുക എന്നതാണ് UDF ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ പൊളിറ്റിക്കലി ഇന്ന് ജനങ്ങളോട് ഞങ്ങളത് പറയുന്നത്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പൊ അവർ ആരംഭിച്ച് UDF ഗവൺമെന്റ് സമയത്ത് ആരംഭിച്ച് നിലച്ചുപോയ പദ്ധതികളുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പൊ പിറവം സബർബൻ മാള് ഞാൻ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അന്നത്തെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ്. കേരളത്തിലെ ആദ്യത്തെയും, അതിനുശേഷം അങ്ങനെ പ്രൊജക്ട് കേരളത്തിൽ എവിടെയും വന്നിട്ടുമില്ല. പിറവത്തെ സപ്ലൈകോ സബർബൻ മാൾ അത് തലയെടുപ്പോടെ അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ അകത്ത് പക്ഷെ അതിന്റെ പിന്നീടുള്ള വിപുലീകരണ പദ്ധതികൾ ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയില്ല. അത് തുറന്നു കൊടുത്തത് 2019 അവസാനമാണെന്ന് 2018-19 അത് തുറന്നു കൊടുക്കുന്നത്. എന്നാൽ അതിന്റെ വിപുലീകരണം ഞാനത് വലിയ ആശയങ്ങളാണ് വെച്ചത്. അതിനകത്ത് മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉൾപ്പെടെയുള്ള നൂതനമായ ആശയങ്ങൾ വെച്ചുകൊണ്ടാണ്. അതിപ്പോ അവരൊരു സപ്ലൈകോയുടെ ഒരു ഔട്ട്ലെറ്റ് പോലെ മാത്രമായിട്ട് അതിനെ ചുരുക്കി കണ്ടുകൊണ്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള പ്രൊജക്ടുകൾ പിറവത്തേക്ക് എത്തിക്കാൻ അന്നത്തെ MLA അന്ന് മിനിസ്റ്റർ എന്ന നിലയിൽ പിറവത്തിന് ജനപ്രതിനിധി നിലയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ UDFന്റെ ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച പ്രൊജക്ടുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ഫുഡ് മിനിസ്റ്റർ ആയ സമയത്ത് തന്നെ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസി കൊണ്ടുവന്ന പഴങ്ങളും പച്ചക്കറികളും സംഭരിച്ച് ഒരു ശീതീകരണ സംസ്കരണ പ്ലാന്റ് ഞാനവിടെ വിഭാവനം ചെയ്തതാണ്. അത് ലക്ഷ്യം വെച്ചിരിക്കുന്നത് പിറവത്തെ ഒരു പ്രൊജക്ട് നിലയിലല്ല, കേരളത്തിലെ മധ്യ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങൾ എടുക്കാനും അത് അവിടെ സംസ്കരിക്കാനും വിപണനത്തിനും ഒക്കെയുള്ള വിപുലമായ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ഉമ്മൻചാണ്ടി സാറാണ് അതിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. അന്നത്തെ ഗവൺമെന്റ് തീരാറാവുന്ന സമയത്ത് 2015 അവസാനം ആണ് അത് ചെയ്തത്. പിന്നീട് ഈ വന്ന ഗവൺമെന്റ് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പക്ഷെ അതിന്റെ ആദ്യത്തെ റൗണ്ട് പ്രവർത്തനം കഴിഞ്ഞ് രണ്ടാം ഘട്ട പ്രവർത്തനത്തിലേക്ക് നീങ്ങിയില്ല. ഞാനിത് പലപ്പോഴും നിയമസഭയിൽ ഉന്നയിച്ചു, സബ്മിഷനായിട്ട് ഉന്നയിച്ചു, 3-4 വട്ടം ഉന്നയിച്ചു. മിനിസ്റ്ററെ നേരിട്ട് പോയി പലപ്പോഴും കണ്ടു. ഇതിന്റെ ഏറ്റവും ചുരുക്കം പറഞ്ഞാൽ 5 കോടി രൂപയാണ് ഇപ്പോൾ അതിന് അത് പൂർത്തിയാവാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ളത്. ആ 5 കോടി രൂപ അനുവദിക്കുന്നതിന് ഇന്നേ വരെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് അവിടെ ഇപ്പോൾ വെച്ചിരിക്കുന്ന അതിന്റെ നിർമ്മാണം, അതിന്റെ അകത്ത് ഡീപ് ഫ്രീസർ ഉൾപ്പെടെ കുറെ എയർ കണ്ടീഷൻസ് ഒക്കെ കുറെ കൊണ്ട് പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ഒരു അലംഭാവം അവിടെയുണ്ട്. ഇപ്പൊ UDF ഗവൺമെന്റ് ആയിരുന്നുവെങ്കിൽ അതിന്നിപ്പോ തുടർന്ന് അതിന്റെ രണ്ടാം ഘട്ട വികസനത്തിലേക്ക് ഞാൻ എത്തിക്കേണ്ട സമയമായി അവിടെ. അപ്പൊ അതൊരു ഞാൻ പറഞ്ഞത് ഈ പ്രൊജക്ട്സ് അത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇച്ഛാശക്തി ഉണ്ടാവണം ഗവൺമെന്റ് തരേണ്ട ഒരു 5 കോടി രൂപയുടെ ഒരു സ്പെഷ്യൽ സാങ്ഷൻ നൽകി അത് ചെയ്തെടുക്കുക എന്നുള്ളത് അനിവാര്യമായ ഒന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് പിറവത്തെ ഒരു പ്രാദേശിക പദ്ധതിയല്ല, കേരളത്തിലാകമാനം അല്ലെങ്കിൽ മധ്യ കേരളത്തിലാകമാനം നമുക്ക് ഗുണകരമാവുന്ന പ്രൊജക്ട്സിലൊന്നാണ്. ഇപ്പൊ ഞങ്ങൾ പിറവത്തെ എക്സൈസ് കട പറഞ്ഞു, കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യമാണ്. അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ലാസ്റ്റ് ബഡ്ജറ്റിൽ അതിന്റെ പ്രഖ്യാപനം ഉണ്ടായതാണ്. പക്ഷെ ആ വർഷം 2016 ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞ് പുതിയ ഗവൺമെന്റ് വന്നു, ഒരു പുതിയ ബഡ്ജറ്റ് വെച്ചു. ആ ബഡ്ജറ്റില് ഇതിന്റെ പരാമർശം പോലും പിന്നീട് ഉണ്ടായില്ല. പക്ഷെ പിന്നീട് വന്ന 2017 മുതൽ എല്ലാ ബഡ്ജറ്റിലും ഞാൻ എക്സൈസ് കടവ് പാലം നമ്പർ 1 പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ UDF ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ പിന്നീട് ടേക്കപ്പ് ചെയ്യാതെ പോയ അനവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കഴിയും. പക്ഷെ അതെല്ലാം MLA എന്ന നിലയിൽ അതെല്ലാം നടപ്പിലാക്കുക എന്നത് ഞാൻ ലക്ഷ്യം വെക്കുന്ന ഒന്നാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമമുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന പ്രസ്തുത പാലത്തിൽ ഇപ്പൊ ഞാൻ അതിന്റെ സോയിൽ ഇൻവെസ്റ്റിഗേഷനും അതിന്റെ DPR തയ്യാറാക്കാനും ഒക്കെ ആയിട്ട് ഒരു എമൗണ്ട് ഇപ്പോൾ നമുക്ക് അനുവദിപ്പിച്ചെടുക്കാൻ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സമീപ ഭാവിയിൽ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പിറവത്തിന് ഒരു മന്ത്രിയെ കിട്ടുമോ? അതിപ്പോ അങ്ങനെ ഒരു കാര്യം ഇപ്പോഴേ എനിക്ക് പറയാൻ കഴിയില്ല. UDF ഗവൺമെന്റ് അധികാരത്തിൽ വരും. സ്വാഭാവികമായിട്ടും വരുമ്പോൾ എല്ലാ കക്ഷികൾക്കും അതിൻ്റെതായ ഒരു പ്രാതിനിധ്യം ഉണ്ടാവും. ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് ഞാൻ നാളെ മന്ത്രിയാവാൻ പോവാന്ന് എനിക്ക് പറയാൻ കഴിയുന്ന ഒന്നല്ല. എനിവേ ജനങ്ങളുടെ അംഗീകാരം തുടർന്നും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. UDFന്റെ ട്രെൻഡ് വളരെയേറെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് UDF ഗവൺമെന്റ് നിസ്സംശയം ഉണ്ടാവും. ഐക്യനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ 2026 മെയ് മാസത്തിൽ അധികാരത്തിൽ വരും, യാതൊരു സംശയവും അക്കാര്യത്തില്ല. കാരണം ഇപ്പൊ പ്രതിപക്ഷ പൊതുയോഗത്തിനൊക്കെയാണ് ഞാൻ യാത്രയായിട്ട് പല സ്ഥലങ്ങളിലും പങ്കെടുക്കാനും ആ യാത്രയുടെ വിവിധ ജില്ലകളിലും പോകാൻ കഴിഞ്ഞു.
വലിയ ജനക്കൂട്ടമാണ് അവിടെ കടന്നു വരുന്നത്. ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ പോലും ആ ജാതിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും അതിന് ലഭിക്കുന്ന ജനപിന്തുണയും കേരളത്തിൽ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവാണ്. അത് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അത് തന്നെ ഒരു ട്രെൻഡ് സെറ്ററായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും UDF ഗവൺമെന്റ് വരും. ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ കേരളത്തിൽ വരും. അത് തീർച്ചയായിട്ടും പിറവം കോൺസ്റ്റിറ്റ്യുവൻസിലും അതിന്റെ ബേസിസിൽ കൂടുതൽ പ്രൊജക്ടുകളിലേക്ക് എത്തിക്കാനും വികസനത്തിന്റെ പുതിയ മേഖലകൾ തുറക്കാനും കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിറവത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ഒരു വശത്ത് ചോറ്റാനിക്കര ഉൾപ്പെടുന്ന ഒരു ക്ഷേത്ര നഗരി എന്ന ഒരു പ്രതീതി, മറുവശത്ത് വലിയ ഒരു കാർഷിക മേഖല. ആ കാർഷിക മേഖല വാസ്തവത്തിൽ പിറവം മണ്ഡലത്തിനെ സമ്പന്നമാക്കി നിലനിർത്തുകയാണ്. പിറവം മറ്റ് സാംസ്കാരിക തലത്തില്, പൊതുബോധത്തിന്റെ കാര്യങ്ങളില്, ഇതിലൊക്കെ പിറവം വലിയ ഒരു മുന്നേറ്റം ഒരുക്കിയ നിയമസഭാ മണ്ഡലം തന്നെയാണ്. മറുവശത്ത് TM ജേക്കബ് എന്ന രാഷ്ട്രീയ അധികായൻ തന്റെ ഉള്ളംകൈയിൽ വളരെ മനോഹരമായി പരിപാലിച്ചൊരു മണ്ഡലം. പക്ഷെ അങ്ങേക്ക് ആ മണ്ഡലം പകർന്നു കിട്ടിയ അന്നു മുതൽ അവിടെ തുടർച്ചയായി ജയിക്കുന്നു. അവിടെ നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ, പിന്നീട് 2 വട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു വരുന്നു. എങ്ങനെയാണ് ആ മണ്ഡലം കൈക്കുമ്പിളിൽ നിർത്തിയത്? ആദ്യ കാലഘട്ടത്തിൽ TM ജേക്കബിന്റെ മകൻ എന്ന പേരിൽ ചില വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. മണ്ഡലത്തിൽ വരും തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ചിലർ ഉയർത്തി. പക്ഷെ ആ മണ്ഡലം പിടിച്ചെടുത്ത് ജനങ്ങളെ കയ്യിലെടുത്ത് വളരെ തന്മയത്വത്തോടുകൂടി കൊണ്ടുപോകുന്നു. എങ്ങനെ അത് സാധിച്ചു? ജനങ്ങളെ കയ്യിലെടുത്തു എന്ന പരാമർശം യോജിക്കുന്നില്ല. ഞാൻ ജനങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അവരോടൊപ്പം നിന്ന് അവരിലൊരാളായി പ്രവർത്തിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളതും ശ്രദ്ധിച്ചിട്ടുള്ളതും. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഒരു പ്രവർത്തന ശൈലിയുടെയും കൂടി ഭാഗമാണ്. അപ്പം തീർച്ചയായിട്ടും അത് അതിന്റെ ഒരു സ്വീകാര്യത എനിക്ക് ലഭിക്കുന്നു എന്നാണ് എനിക്ക് കരുതുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, വിവിധ വികസന പദ്ധതികളും പ്രൊജക്ടുകളും ഒപ്പം തന്നെ ജനങ്ങളോട് എപ്പോഴും നിന്ന ചെറുതും വലുതുമായ ഏത് വിഷയങ്ങളിലും ഞാൻ അവരോടൊപ്പം തന്നെയാണ് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഞാൻ അവരിൽ ഒരാളായി, ജനങ്ങളിൽ ഒരാളായി ഞാനും മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് വീണ്ടും എനിക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളുടെ അടിസ്ഥാനം എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഒരു പൊതുപ്രവർത്തകന് വേണ്ടത് ഒരു തുറന്ന സമീപനവും എടുക്കുന്ന കാര്യങ്ങളുടെ ആത്മാർത്ഥതയുമാണ്. അത് എപ്പോഴും ഞാൻ വെച്ചു പുലർത്താറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊച്ചുനാൾ മുതൽ ഒരു മന്ത്രിയുടെ മകൻ, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ, അപ്പോൾ വലിയൊരു ആരാധക വൃത്തം ആ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. വലിയ പ്രവർത്തകരുടെ ഒരു നിരയുണ്ട്. കേരളത്തിലെ പല മന്ത്രി പുത്രന്മാരും ഏതൊക്കെ വഴികളിലൂടെ നീങ്ങുന്നത്, പല വഴികളിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കണ്ടു. ഗണേശന്റെ ചരിത്രം നമുക്കറിയാം. CPMന്റെ പാർട്ടി സെക്രട്ടറിയുടെ മക്കളുടെ കഥയറിയാം. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളും കഥകളും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇത്രയധികം ഒരു സമ്പന്നതയുടെ അധികാരത്തിന്റെ മടിത്തട്ടിൽ വളർന്നിട്ടും എന്തുകൊണ്ട് പേരുദോഷം കേൾപ്പിച്ചില്ല? ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ഒറ്റപ്പെട്ട വിഷയങ്ങളായിരിക്കും. എന്നെ പോലെ തന്നെ അനവധി മന്ത്രിമാരുടെയും MLA-മാരുടെയും മക്കളൊക്കെ രാഷ്ട്രീയത്തിലുണ്ട്. ട്രെയിനിങ് ആണോ? ഞാനതാ പറഞ്ഞ, ഓരോരുത്തരുടെ പ്രവർത്തന രീതികളാണല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു വിവാദങ്ങളിലേക്ക് ചെന്ന് ചാടേണ്ട സന്ദർഭങ്ങളൊന്നും വരാറില്ല, ചാടിയിട്ടുമില്ല. ഞാൻ പിന്നെ ഓരോ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് പോകാറുള്ളത്. ഓരോ കാര്യങ്ങളിൽ ഏത് കാര്യങ്ങൾ ടെക്കപ്പ് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കാൻ. പിന്നെ അത് ഞാൻ മാത്രമാണ് ഏറ്റവും മികച്ച നിലയിൽ പറയേണ്ടത്. ഞാൻ അതാ പറഞ്ഞത്, ഒരുപാട് MLA-മാരുടെ മക്കളും മന്ത്രിമാരുടെ മക്കളും ഒക്കെ പൊതുപ്രവർത്തന രംഗത്തും മറ്റു പല മേഖലകളിലും തൊഴിലെടുക്കുന്നവരും നന്നായി മുമ്പോട്ട് പോകുന്നവരും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്നൊരു വ്യക്തിയിൽ മാത്രം അങ്ങനെ ഞാൻ മാത്രം മികവ് എന്ന നിലയിൽ പറയേണ്ട ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല. എന്നാൽ കഴിയുന്ന നിലയിൽ ഞാൻ ആദ്യമേ സൂചിച്ചൊരു MLA പൊതുപ്രവർത്തന നിലയിൽ ജനങ്ങളോട് എപ്പോഴും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക, എടുക്കുന്ന എല്ലാ സമീപനങ്ങളും ആത്മാർത്ഥമായി അവരോടൊപ്പം ചേർന്ന് നിൽക്കുക, അതാണ് എൻ്റെ ഒരു ശൈലി. പ്രത്യേകിച്ച് അന്ന് പാർലമെന്ററി പരിചയമൊന്നുമില്ലാതെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട് TM ജേക്കബിന് ശേഷം അന്ന് മന്ത്രിയായി വരുന്നു. മറ്റ് പാരമ്പര്യം തീർച്ചയായിട്ടും ഉണ്ട്. മറ്റ് പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അനുഭവമില്ലാതെ നേരിട്ട് മന്ത്രിയായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു? എങ്ങനെ അതൊക്കെ ഒരു തന്മയത്വത്തോടെ കൊണ്ടുപോകാൻ കഴിഞ്ഞു? തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു ഉത്തരവാദിത്തം ലഭിക്കുമ്പോൾ അതിനെ കൃത്യമായി നിർവഹിക്കാൻ കഴിയുക എന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുണ്ട്. ഞാനിപ്പോ ഒരു സ്ഥാനാർത്ഥിയായി അന്ന് 2011 അവസാനം എന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോഴും 2012 ബൈ ഇലക്ഷനിലേക്ക് വരുമ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ തന്നെ അത് ടേക്കപ്പ് ചെയ്യാനും മുന്നോട്ട് പോകാനും സാധിക്കുമെന്നൊരു ഉറച്ച ആത്മവിശ്വാസം തന്നെയാണ് എന്നെ അക്കാര്യത്തിലേക്ക് നയിച്ചത്.
പിന്നെ ഈ പറഞ്ഞതുപോലെ MLA ആയി വന്ന ഉടനെ തന്നെ മന്ത്രിസ്ഥാനത്തിലേക്കും കടന്നു വരാനുള്ള അവസരം ഉണ്ടായി. ആ ലഭിച്ച അവസരവും ഏറ്റവും കൃത്യതയോടെ അക്കാര്യത്തിൽ ഇടപെടാൻ ലഭിച്ച ഡിപ്പാർട്ട്മെന്റുകളെ അതിനകത്ത് ഏറ്റവും അതിന്റെ ഒരു സുതാര്യമായി തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒന്ന് തന്നെയാണ്. പ്രവർത്തന പരിചയം നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോ മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ പരിചയം അതിൽ കടന്നു വരികയാണല്ലോ. ഒരു ആരും മന്ത്രിയായിട്ടല്ലല്ലോ ജനിക്കുന്നത്. അപ്പം അത് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ 4 വർഷത്തോളാണ് എനിക്കെന്ന മിനിസ്റ്റർ എന്ന നിലയിൽ ഞാൻ പ്രവർത്തിച്ചത്. ആ സമയത്ത് ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നീങ്ങുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിപ്പോ ഒരു ആരാണെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ, അത് ജനപ്രതിനിധി ആണോ അല്ലയോ എന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ ഏറ്റവും വേണ്ടത് ട്രാൻസ്പെറൻസിയാണ്. എനിക്കത് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു ട്രാൻസ്പെറൻറ്റ് സിസ്റ്റത്തിലൂടെ തന്നെയാണ് ഞാൻ എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പിറവത്തിന്റെ സ്വന്തമാണ്, പക്ഷെ ഒരു മന്ത്രി അത് സംസ്ഥാനത്തിൻ്റെതാണ്. ഒരു കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി അത് കേരളത്തിൻ്റെതാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് കൂടിയാണ് അങ്ങ്. ആ തരത്തിൽ ഈ രാഷ്ട്രീയ കക്ഷിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താൻ കൂടി ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ UDF-മായി ചിലപ്പോൾ കലഹിക്കേണ്ടി വരും, വഴക്കുണ്ടാക്കേണ്ടി വരും. വേണ്ടി വന്നാൽ UDF-ൽ നിന്ന് ചാടിയിറങ്ങി LDF-ലേക്കൊക്കെ ചേക്കേറാനുള്ള ഒരു മനസ്സുകൂടി വേണം. എന്തുകൊണ്ട് UDF-ൽ തന്നെ അങ്ങ് ഒതുങ്ങിക്കൂടി? അങ്ങനെ ഒതുങ്ങിക്കൂടി എന്ന് ഈ പറയുന്ന ചില കാര്യങ്ങൾ തിരുത്തുണ്ട്. ഒതുങ്ങിക്കൂടി എന്ന് പറയാൻ കഴിയുന്നല്ല. UDF-ൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് പ്രാതിനിധ്യവും അംഗീകാരവും പ്രവർത്തന സ്വാതന്ത്ര്യവും നമ്മുടെ പ്രവർത്തന ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള എല്ലാ അവസരങ്ങളും നമുക്ക് ലഭിക്കുന്നു. പിന്നെ ഒരു പൊതു UDF നയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കേരള കോൺഗ്രസ് പാർട്ടി എന്നും സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനവും. പാർട്ടിക്ക് കൂടുതൽ വേദികൾ വേണമെന്നതിന് സംശയമൊന്നുമില്ല. പറഞ്ഞ പോലെ ഇപ്പൊ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ സീറ്റുകളെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആവശ്യങ്ങൾ UDF ചർച്ച ചെയ്ത് ആ വിഷയങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ 1-2 ചർച്ചകൾ ഞാനത് പറയുകയും ചെയ്തിരുന്നു. സീറ്റ് ചർച്ചയുടെ പേരില്ല ഒരു കലഹം UDF-ൽ ഉണ്ടാവുകയില്ല. അത് എല്ലാവരും ഒറ്റക്കെട്ട് ടീം UDF ആയിട്ടാണ്. പലപ്പോഴും ഉച്ചത്തിൽ ബഹളം വയ്ക്കുന്നവർക്കാണ് എന്തെങ്കിലും ഒക്കെ കിട്ടുന്നത്. ടീം UDF എന്ന നിലയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ആ ടീം UDF-ന് ലഭിക്കുന്ന ആ ഒരു സ്വീകാര്യത അത് വളരെ വലുതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കലഹങ്ങൾക്ക് സ്ഥാനമില്ല ഇന്ന് UDF സംവിധാനത്തിൽ, മുന്നണിയിൽ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത് ഞാൻ പറയുമ്പോഴും കേരള കോൺഗ്രസ് പാർട്ടിക്ക് അർഹമായ പ്രാതിനിധ്യം വരുന്ന നിയമസഭാ ഇലക്ഷൻ ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട്. മറുവശത്ത് ഈ പിറവത്തിന്റെ വികസന കാര്യങ്ങളിൽ, പിറവത്തിന്റെ ഇനിയുള്ള ഒരു യാത്രയിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പൊ വെച്ചിരിക്കുന്ന വിവിധ ആശയങ്ങൾ ഞാൻ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ മുമ്പോട്ട് വെച്ചതും വിവിധ തലങ്ങളിൽ നമുക്ക് ടേക്കപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രോജക്ട്സ് അതൊരു വ്യക്തമായ നില അതെല്ലാം മേഖലകളെ സ്പർശിച്ചുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ്, ഈ പറഞ്ഞ റോഡുകളും ബൈപ്പാസസ് അടക്കമുള്ള കാര്യങ്ങൾ, കാർഷിക മേഖലയെ കൂടുതൽ ശാക്തീകരിക്കാൻ കഴിയുന്ന സ്കീംസ്. ഇപ്പൊ കാർഷിക മേഖല പറഞ്ഞു കഴിഞ്ഞാൽ പിറവത്ത് കാർഷിക മേഖലയ്ക്ക് ഏറ്റവും മുന്നോട്ട് പോകാൻ കഴിയുന്ന തന്നെ അവിടുത്തെ വലിയ വിപുലമായ കനാൽ നെറ്റ്വർക്കിന്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ വാലി, പെരിയാർ വാലിയുടെയും 2 കനാൽ നെറ്റ്വർക്ക് പിറവം കോൺസ്റ്റിറ്റ്യുവൻസിലെ എല്ലാ തദ്ദേശ സ്ഥാപനം, എല്ലാ പഞ്ചായത്തുകളും സ്പർശിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് വളരെ ഗുണകരമായ നിലയിൽ പ്രയോജനപ്പെടുന്നു എന്നുള്ളതുണ്ട്. അപ്പൊ നമുക്ക് ജലസേചന സൗകര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ്. ജലസേചന സൗകര്യങ്ങൾ ലഭിക്കുന്നത്. പക്ഷെ കാർഷിക മേഖലയെ കൂടുതൽ കൃത്യതയോടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റ് ലെവലിലുള്ള ഒരുപാട് ഇടപെടൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് സംഭരണം പോലെയുള്ള കാര്യങ്ങളിൽ, വില കൃത്യമായി കർഷകന് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളിൽ, അതുപോലെയുള്ള മറ്റ് കാർഷിക മേഖലയെ ശാക്തീകരിച്ച് നിർത്താനുള്ള ഗവൺമെന്റ് ഇടപെടൽ തീർച്ചയായും ആവശ്യമായ ഒന്ന് തന്നെയാണ്. ഒപ്പം തന്നെ നമ്മൾ ഈ വിവിധ പാടശേഖരങ്ങളുടെ നവീകരണം, അതിനൊരു വിപുലമായ സ്കീംസും പദ്ധതികളും ഞങ്ങൾ നടപ്പിലാക്കി. ഇപ്പൊ തന്നെ ഏതാണ്ട് 8ഓളം വിവിധ പാടശേഖരങ്ങൾക്ക് നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലും വിവിധ സ്കീംസ് വഴി നടപ്പിലാക്കിയിട്ടുണ്ട്. തോട്ടപ്പുഞ്ചയുടെ നവീകരണം പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനകത്ത് ഞങ്ങൾ വിവിധ സ്കീംസ് നൽകി കൂടുതൽ പദ്ധതികൾ ഇപ്പോഴും നടപ്പിലായി മുമ്പോട്ട് പോവുകയാണ്. തോട്ടപ്പുഞ്ച പ്രധാനപ്പെട്ട ഒന്നാണ്. കൊച്ചിയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന കോട്ടയം, എറണാകുളം ജില്ലകളെ കേന്ദ്രീകരിച്ചെടുക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ അത്തരത്തിലുള്ള കാർഷിക മേഖലകളെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയുന്ന സ്കീംസ്, ഗ്രാമീണ ടൂറിസം പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് കൂടുതൽ തൊഴിലവസരങ്ങളും വരുമാനവും
നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേർക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള പിൽഗ്രിം ടൂറിസത്തിന് സാധ്യമായ സാഹചര്യങ്ങൾ, കുടിവെള്ള പദ്ധതികളെ അത് ഓൾറെഡി ഇറ്റ്സ് ഓൺ ഗോയിങ്, ഞാൻ നേരത്തെ പറഞ്ഞു ജൽജീവൻ മിഷൻ പദ്ധതികൾ, അതിന്റെ പൂർത്തീകരണമൊക്കെ വരുമ്പോൾ കുറെ കാര്യങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. പിന്നെ ഹൗസിംഗ് സെക്ടർ, വീട് ആവശ്യമായിട്ടുള്ള വ്യക്തികൾ, സുരക്ഷിതമായ വീട്, അതുപോലുള്ള കാര്യങ്ങൾ കൂടി ആവശ്യമായ മേഖലകളിൽ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സമഗ്രമായ നിലയിൽ നമുക്ക് ഒരു പദ്ധതി എന്നൊരു മാസ്റ്റർ പ്ലാൻ എന്ന നിലയിൽ പിറവം കോൺസ്റ്റുവൻസിയെ ഒരേ രീതിയിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് നയിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഓരോ പ്രദേശത്തെ സംബന്ധിച്ചും പ്രസക്തമായ ഓരോ വിഷയങ്ങളുണ്ട്. ഓരോ പഞ്ചായത്തുകൾ, നമുക്ക് ഓരോ പഞ്ചായത്തുകൾക്ക് വ്യത്യസ്തമായ, ആകെ കാർഷിക മേഖലയാണെങ്കിൽ വ്യത്യസ്തമായ ഒരുപാട് ആവശ്യങ്ങൾ ഓരോ പഞ്ചായത്തുകളെ സംബന്ധിച്ചുണ്ട്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ ടേക്കപ്പ് ചെയ്തിരിക്കുന്ന വർക്കുകളും ഇനി എടുക്കാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം കൂടി ഏകോപിപ്പിച്ച് കഴിയുമ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളുടെ ഒരു കൂടുതൽ പൂർത്തീകരണം എത്താൻ കഴിയും. പിന്നെ ഞാൻ ലക്ഷ്യമൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തതുപോലെ UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടുതൽ വേഗതയിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. ഈ വേഗത ഒരു പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. നമുക്ക് ഏറ്റവും സ്പീഡിൽ നമുക്ക് വിവിധ പ്രൊജക്ടുകൾ പൂർത്തിയാക്കി എടുക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ വന്നു കഴിയുമ്പോൾ അതിനായിട്ട് ടൈം ബൗണ്ട് ആയിട്ട് സമയബന്ധിതമായി നമുക്ക് അത്തരത്തിലുള്ള പ്രൊജക്ടുകൾ നമുക്ക് തീർത്തെടുക്കാൻ കഴിയും. ഒരു വ്യക്തമായ ആശയത്തെ ഒരു പദ്ധതി എന്ന നിലയിൽ തന്നെ ആയിരിക്കും ഞങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കാൻ പോകുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് ആദ്യം വരുന്നത്. മാറിവാനീസിലെ പഠനം ആ കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് KSCയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്ന അവസരങ്ങളിൽ ഞാൻ കോളേജിൽ മാഗ്സിനേറ്റായിട്ട് മത്സരിച്ച് വിജയിക്കാനുള്ള അവസരം ഉണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അത് ഒരു പർപ്പസ്ഫുള്ളി നാളെ ഇങ്ങനൊരു പൊസിഷനിലേക്ക് എത്തും എന്ന ഒരു ധാരണയിലല്ല വന്നിരുന്നത്. അന്ന് സ്വാഭാവികമായിട്ടും കോളേജിലെ രാഷ്ട്രീയവും അതിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ ആവേശവും ഒക്കെ പലപ്പോഴും ഇനിഷ്യൽ സ്റ്റേജസ് തന്നെ നയിച്ചിരുന്ന ഒന്നാണ്. പിന്നീട് സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് കൂടുതൽ ഇടപെടാനും ആ മേഖലയെ കൂടുതൽ സീരിയസ് ആയി അപ്രോച്ച് ചെയ്യാനും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പൊതു മേഖലകളിലേക്ക് കടക്കാനും ഒക്കെയുള്ള സന്ദർഭങ്ങൾ വന്നു. അപ്പൊ അതിനകത്ത് അന്ന് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ഉള്ള ചർച്ചകളും അത്തരത്തിലുള്ള സെമിനാറുകളിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞ ഓർക്കുകയാണ്. അതൊക്കെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രേരണ എനിക്ക് ലഭിച്ച ഒന്നാണ്. പിന്നീട് അത് LLBക്ക് പഠിക്കുന്ന സമയത്ത് കൂടുതൽ വിപുലമായ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള അവസരം ഉണ്ടായി. സ്വാഭാവികമായിട്ടും KSCയുടെ ജില്ലാ സംസ്ഥാന ലെവലിലേക്ക് വരികയും അങ്ങനെ ആ ഒരു പാർട്ടിയുടെ ബന്ധമായി പാർട്ടിയുടെ ഒരു ഭാഗമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇനി എന്താണ് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്? കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ഏത് തലത്തിൽ അതിനെ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന ഭാഗമാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്? കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം എന്ന ഈ രാഷ്ട്രീയ കക്ഷിയെ ഇനി മുന്നോട്ട് എങ്ങനെ നയിക്കണം, എങ്ങനെ അതിനെ വളർത്തിയെടുക്കണം, അക്കാര്യത്തിലൊക്കെ ഒരു ധാരണയുണ്ട്? അല്ല, ഇപ്പൊ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ കൃത്യമായ നിലയിൽ പ്രവർത്തിക്കുന്ന മേഖലകളുണ്ട്. ഞങ്ങൾക്കിപ്പോ പാർട്ടിയെ സംബന്ധിച്ച് ജില്ലാ തലങ്ങളിലും നിയോജകമണ്ഡലം തലങ്ങളിലും ഒക്കെ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റികളും ഘടനകളും ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. പാർട്ടി ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കോട്ടയത്ത് തിരുനക്കര മൈതാനിയിൽ പാർട്ടിയുടെ സ്റ്റേറ്റ് സമ്മേളനം ഞങ്ങൾ വിളിച്ചു ചേർത്ത്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പാർട്ടിയുടെ കോർഡിനേഷൻ, ഇപ്പം ഞങ്ങൾ സംഘടനാ പ്രവർത്തനത്തെ സംബന്ധിച്ച് എല്ലാ 3 വർഷം കൊണ്ട് ഞങ്ങൾ ക്യാമ്പ് സംഘടിപ്പിക്കുകയും അതനുസരിച്ച് അടുത്ത 3 ഇയേഴ്സിലേക്കുള്ള ഓരോ പ്രവർത്തന മേഖലകൾ ഞങ്ങൾ എടുക്കുകയും ആ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി, അതായത് വ്യക്തമായ നിലയിൽ അടുത്ത 3 ഇയേഴ്സിലേക്കുള്ള ഒരു പ്ലാൻ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. സംഘടനയിലേക്ക് കൂടുതലായി പുതുതായിട്ട് ഒരുപാട് പേര് കടന്നു വരുന്നു എന്നുള്ളതുണ്ട്. ഒപ്പം തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വിപുലീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതുണ്ട്. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും പാർട്ടിയെ സംബന്ധിച്ച് കൂടുതൽ കൃത്യമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്, ഇപ്പൊ കേരള കോൺഗ്രസ് പൊതു രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വിവിധ വിഭാഗങ്ങളായി കേരള കോൺഗ്രസ് ഇന്ന് നിലനിൽക്കുകയാണ്. ഞാൻ അതിനെ സംബന്ധിച്ചും എന്റെ അഭിപ്രായം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കേരള കോൺഗ്രസ് എന്നൊരു ആശയത്തെ ഒരിക്കലും ഞങ്ങൾ എതിർക്കുകയില്ല. അതിലേക്ക് കടന്നു വരാനും ഒറ്റ കേരള കോൺഗ്രസ് എന്ന ആശയത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം അതിനോടൊപ്പം ഉണ്ടാവും. എന്നാൽ ഒന്നിലേക്ക് പോയി ലയിക്കുക എന്നുള്ളതിലേക്ക് പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല.
അങ്ങനെ ലയിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം പിന്നീട് കാണുന്ന എന്താണ്, അത് പിന്നീടും സ്പ്ലിറ്റായി പോവുക എന്നുള്ളതാണ്. പൊട്ടിത്തെറികൾ. വീണ്ടും പൊട്ടിത്തെറിയും പിന്നീട് സ്പ്ലിറ്റായി പോവുക എന്നുള്ളതാണ്. അങ്ങനെ സ്പ്ലിറ്റായി പോകുമ്പോൾ വീണ്ടും അത് മോശമായ കൂടുതൽ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. അപ്പൊ അതുണ്ടാവാൻ പാടില്ല. ഇപ്പൊ കേരള കോൺഗ്രസുകൾ ഒറ്റ കേരള കോൺഗ്രസ്, ഒരു ഐക്യ കേരള കോൺഗ്രസ്, ഒറ്റ കേരള കോൺഗ്രസ് എന്ന ആശയം കടന്നു വരുന്ന സന്ദർഭമാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ഒരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കില്ല. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായി ഞങ്ങൾ, അങ്ങനെയാണെങ്കിൽ LDF-ലേക്ക് പോകാനും മടിയില്ല. ഞാനത് ആ രാഷ്ട്രീയത്തിൽ ഇപ്പൊ കടക്കാൻ കഴിയുന്നില്ല. ഞങ്ങള് പറഞ്ഞല്ലോ ഒറ്റ കേരള കോൺഗ്രസ് എന്നുള്ളത്. ഒറ്റ കേരള കോൺഗ്രസ് LDF എന്ന നിലയിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ കേരള കോൺഗ്രസുകൾ ഒരുമിക്കുകയും, അത് കേരള കോൺഗ്രസിന് അടിസ്ഥാനപരമായി ഒരു UDF ബേസ് രാഷ്ട്രീയമാണ് കേരള കോൺഗ്രസിനുള്ളത്. യാതൊരു സംശയക്കാരില്ല. എല്ലാ കേരള കോൺഗ്രസുകൾക്കും ഇപ്പൊ മാണി ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ ഉണ്ടാവുന്ന ഈ വിഷയങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിൻ്റെ അകത്തുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഒരു UDF മൈൻഡഡ് ആണ് അവര്. അതാണ് അതിന്റെ അകത്ത് ഇങ്ങോട്ട് വരാനുള്ള അട്രാക്ഷൻ. ഇപ്പോഴും കോൺഗ്രസ് വിഘടിച്ചു പോകുന്ന 15 MLA-മാർ ചേർന്ന് രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനം, അന്ന് തന്നെ ഒരു കോൺഗ്രസ് കൾച്ചറാണ്. സ്വാഭാവികമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് എപ്പോഴും കേരള കോൺഗ്രസിനുള്ളത്. ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞതാണ്. മാണി ഗ്രൂപ്പ് ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും അവരുടെ പ്രവർത്തകരുടെ ഇടയിൽ വലിയ വികാരമുണ്ട് കാര്യത്തില്, വരണം എന്നുള്ളത്. ബേസിക്കലി ആ രീതിയിൽ പോകാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഒറ്റ കേരള കോൺഗ്രസ് എന്ന ആശയം, ഐക്യ കേരള കോൺഗ്രസ് എന്ന ആശയം ഭരിക്കുന്നത് UDF-നെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഭരണത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇനിയുള്ള UDF-ന്റെ ഭാവി പരിപാടികളെക്കുറിച്ച്, പിറവം എന്ന മണ്ഡലത്തെക്കുറിച്ച് വളരെ നന്ദി ശ്രീ അനൂപ് ജേക്കബ്. നന്ദി, നമസ്കാരം.